റോഡിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ചെണ്ടമേളോ ഫ്ലോട്ടും ഒക്കെ വരാനായിട്ട് നല്ല ലേറ്റ് ആവുമെന്ന്. ഇനി എന്ത് ചെയ്യാൻ, മക്കളെയും കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റുമോ, പറ്റത്തില്ല. ധ്രുവേ തന്നെ അവനാണെങ്കിൽ നല്ല സീനായിരുന്നു, റോഡിൽ ഇറങ്ങണം. പക്ഷേ വണ്ടി വരുന്നതാണ് നമ്മൾ ഇറക്കില്ല. പിന്നെ നേരെ ഞങ്ങൾ നടന്ന് മുക്കിലൊക്കെ പോയി അവിടെ ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ നേരെ അമ്പലത്തിലോട്ട് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും നൊസ്റ്റാൾജിയ, വള മാല പൊട്ട് അതൊക്കെ ഞങ്ങൾ കണ്ട് പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയ ഫീലായിരുന്നു. അപ്പം അച്ഛനൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോകുന്നതൊക്കെ ആയിരുന്നു ഓർമ്മ വന്നത്. പിന്നെ കരിമ്പൊക്കെ കഴിച്ചിട്ട് എനിക്കൊന്ന് വർഷങ്ങളായെന്ന് തോന്നുന്നു, കുറേ നാളായി. പിന്നെ അവിടെ ചെറിയൊരു കുടമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ആനയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതെല്ലാം ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ തിരിച്ചു വന്നപ്പോഴത്തേക്കും മോനെ അവിടെ നിർത്തി ഡാൻസ് കളിക്കുന്നെങ്കിൽ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അവൻ കളിച്ചില്ല. അവന് നാണം കാരണം അവൻ കളിച്ചില്ല കേട്ടോ. അവന് കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നാണിച്ച കാരണം കളിച്ചില്ല. പിന്നെ നേരെ വഴിയിലോട്ട് വന്ന് അപ്പോഴത്തേക്കും ഫ്ലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡാൻസൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അവർ. പിന്നീട് കുറച്ച് ഫ്ലോട്ടൊക്കെ വന്നു പോയതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ മോനെ കാണുന്നില്ല. അവനാണെങ്കിൽ അച്ചാച്ചൻ്റെ അടുത്ത് പോയി എന്തൊക്കെയോ പാരാദൂരങ്ങൾ പറയുകയാണ് കേട്ടോ.